ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എസ്രാൻ 4 വയസ്സുള്ള തന്റെ കുട്ടിയെയും വിളിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് ജോലിയിൽ നിന്ന് അവധി എടുത്തിരിക്കുകയാണ്. ഒരാഴ്ചത്തേക്ക് പെരുന്നാൾ ദിവസങ്ങളല്ലേ, അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യാനുണ്ട്. ഭാര്യയാണെങ്കിൽ 7 മാസം ഗർഭിണിയായിരിക്കുന്നു. തന്നെ കാര്യമായിട്ട് സഹായിക്കാനൊന്നും അവൾക്ക് കഴിയില്ലെന്ന് എസ്രാന് അറിയാമായിരുന്നു. രാവിലെ തന്നെ വീട്ടിലെ പൂന്തോട്ടത്തിന് നടുവിൽ ഒരു കൂടാരം ഉണ്ടാക്കണം. അതാണ് ഇന്നത്തെ പ്രധാന ജോലി. ഇനി 7 ദിവസത്തേക്ക് ആ കൂടാരത്തിലാണ് താമസം. 4 കമ്പുകൾ നിലത്ത് കുഴിച്ചിട്ട് ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് മറച്ച് കൂടാരത്തിന്റെ പണി നടക്കുകയാണ്. മകൻ ഓലകൾ എടുത്തു നിന്ന് അവനെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവന്റെ ചോദ്യം, അപ്പാ എന്തിനാ ഈ സാധനം ഉണ്ടാക്കുന്നേ? കഴിഞ്ഞ വർഷത്തെ കൂടാര പെരുന്നാളിനെ പറ്റി അവന് നല്ല ഓർമ്മയില്ല എന്ന് എസ്രാന് മനസ്സിലായി. മകനോട് എസ്രാൻ പറഞ്ഞു, ഇതാണ് കൂടാര പെരുന്നാൾ. നമ്മളിനി 7 ദിവസത്തേക്ക് ഈ കൂടാരത്തിലാണ് താമസിക്കുന്നത്. മകന്റെ അത്ഭുതം നിറഞ്ഞ നോട്ടവും ചോദ്യവും. ഇതിനകത്തോ? ഇത്രയും നല്ല വീടുള്ളപ്പോൾ ഈ ഓല മേഞ്ഞ കൂട്ടിൽ എന്തിനാണ് കിടക്കുന്നേ? അതും അമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ. അപ്പൻ പറഞ്ഞു, മോനെ, പണ്ട് നമ്മുടെ വല്യപ്പച്ചന്മാരൊക്കെ ഈജിപ്തിൽ അടിമകളായി കിടന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടുന്ന് ദൈവം നമ്മെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പോരുന്ന വഴിയിൽ അവർ ഒത്തിരി കഷ്ടപ്പെട്ട് മരുഭൂമിയിൽ കൂടാരമൊക്കെ ഉണ്ടാക്കി അതിൽ താമസിച്ചൊക്കെയാണ് അവർ കനാൻ നാട്ടിലെത്തിയത്. ആ കഷ്ടപ്പാടുകൾ മറക്കാതിരിക്കാനാണ് കൂടാര പെരുന്നാളിൽ ചെറിയ കൂടാരമുണ്ടാക്കി അതിൽ നമ്മൾ താമസിക്കുന്നത്. എത്ര വലിയ വീട്ടിലായാലും പൂർവികരുടെ കഷ്ടപ്പാടുകളും ദൈവത്തിൻ്റെ അനുഗ്രഹമൊന്നും മറക്കാതിരിക്കാനാണ് ഇങ്ങനെ നാം പെരുന്നാൾ ആചരിക്കുന്നത്. അവൻ അപ്പൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷമായി. യഹൂദരുടെ കൂടാര പെരുന്നാൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ശീലമാക്കേണ്ട അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ്. പഴയതൊന്നും മറക്കാതിരിക്കുക എന്ന തത്വം. ഇന്ന് വലിയ സൗകര്യങ്ങളിലാണ് നാമൊക്കെ ജീവിക്കുന്നത്. ഉയർന്ന ജോലി, മനോഹരമായ വീട്, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വാഹനങ്ങൾ, ഇങ്ങനെ പോകുന്നു നമ്മുടെ ജീവിതത്തിലെ സൗകര്യങ്ങൾ. എന്നാൽ ഈ സമ്പന്നതയുടെ കനാനിലേക്ക് എത്തിച്ച ദൈവത്തെ മറക്കാതിരിക്കുക എന്നത് പ്രധാനമാണ്. ഇന്നിങ്ങനെ സുഖസൗകര്യങ്ങളിൽ ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കിയത് നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകളാണെന്നും മറക്കാതിരിക്കുക. ഒന്നുമില്ലാതിരുന്ന കാലത്ത് നിന്ന് ഇന്ന് ഇത്രയും സൗകര്യങ്ങളോടെ ജീവിക്കുമ്പോൾ ജീവിതത്തിലൊരു കൂടാരത്തിൻ്റെ അനുഭവം ഉണ്ടായേ പറ്റൂ. കഷ്ടപ്പാടുകളുടെ കൂടാരം. ആ കൂടാരം നമ്മെ ജീവിതത്തിലെ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പഠിപ്പിക്കും. പ്രതിസന്ധികളുടെ കാഠിന്യം എന്താണെന്ന് ഓർമ്മിപ്പിക്കും. അഹങ്കാരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കും. കൂടാര പെരുന്നാളിന്റെ ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. രക്ഷാകരങ്ങളാൽ പുൽകുന്ന സ്നേഹമേ, ആത്മാവിലഗ്നിയായി വന്നിടണേ. രക്ഷാകരങ്ങളാൽ പുൽകുന്ന സ്നേഹമേ, ആത്മാവിലഗ്നിയായി വന്നിടണേ. ജീവന്റെ നാദവും ആത്മീയമോദവും നേടിടാനാശയോടണയുന്നിതാ. ജീവന്റെ നാദവും ആത്മീയമോദവും നേടിടാനാശയോടണയുന്നിതാ. ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ. ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ. നന്ദി തൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാനാശയോടണയുന്നിതാ. നന്ദി തൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാനാശയോടണയുന്നിതാ. തിരുസുതനോട്